നമുക്ക് സരലഗ്നം എന്ന് പറയും. അതാ മേടരാശിയായാലും, മേടം സരരാശിയാണ്, മേടത്തിൽ ലഗ്നമോ അല്ലെങ്കിൽ കർക്കിടകത്തിൽ ലഗ്നമോ തുലാത്തിൽ ലഗ്നമോ അത് അല്ലാതെ നമുക്ക് മകരത്തിൽ ലഗ്നം വന്നാൽ ഇവരെല്ലാവരും ജോലി നോക്കി പോകേണ്ടവരാണ്. ജോലി ബിസിനസ് നോക്കി ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ അതാണ് വിധി. ഇപ്പം പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഇല്ലല്ലോ എന്ന് നോക്കുമ്പം അത് സ്പിരിച്വൽ രാശിനകത്ത് ഉള്ള ഗുരു, ബുധൻ, അതിൻ്റെ കൂടെ ഇരിക്കുന്ന ശനി, കേതു ഇതുപോലുള്ള ഗ്രഹങ്ങളുടെ ദിശ അത് അവരെ സ്പിരിച്വൽ നോക്കി കൊണ്ടുപോകും. ആ ലഗ്നത്തിൽ ഇത് ഇരുന്നാലും ഇത് സ്പിരിച്വലിൽ നോക്കി കൊണ്ടുപോകും. രാശിയിൽ ഗ്രഹങ്ങൾ കൂടെ ഇരുന്നാലും അവരെ സ്പിരിച്വൽ നോക്കി കൊണ്ടുപോകും. പക്ഷെ അവർ ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സമ്പാദിക്കണം എന്നാണ്. ഈ രാശികളിൽ ജനിച്ച് ഈ ലഗ്നങ്ങളിലും ജനിച്ച് ഇവർക്ക് ഈ സ്പിരിച്വൽ വന്നാൽ ഇവർ ഈ സ്പിരിച്വലെ സമ്പാദ്യത്തിന് വേണ്ടി പയൻപെടുത്തണം. അത് കുറ്റം അങ്ങനെ ഒന്നല്ല. അവർ ഇതിനെ ഇങ്ങനെ പയൻപെടുത്തണം, ഇങ്ങനെ അവരത് യൂസ് ചെയ്യണം എന്നാണ് ഈ വിധി. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.